ഇന്നിത്തിരി ഹരിതാപയും പച്ചപ്പൊക്കെ ആവാട്ടോ. ഈ ഇടയായിട്ട് എനിക്ക് നല്ലൊരു ചീത്തപ്പേര് വീണ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ എല്ലാ ചെടിയും പൂവും കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ചേട്ടനാണ് നോക്കുന്നതെന്ന്. ഞാനിതൊന്നും നോക്കുന്നില്ലെന്നാണ് എന്നെ അറിയുന്നവരൊക്കെ പറയുന്നത്. എന്നാൽ ഇവർക്കൊന്നും അറിയാത്തൊരു ഭൂതകാലം എനിക്ക് ഈ കാര്യത്തിലുണ്ട്. ഒരു 2018 വരെ ഞാൻ നന്നായിട്ട് ചെടി നോക്കിയും പച്ചക്കറി നടുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അന്ന് ഞങ്ങളിവിടെ എല്ലാം താമസിച്ചിരുന്നത് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് താഴത്തുനിന്ന് മണ്ണ് കോരിക്കൊണ്ട് വരെ ഞാൻ ചോളം വരെ അവിടെ നട്ടിട്ടുണ്ട്. തള്ളണതല്ല, സത്യമായിട്ട് ഞാൻ അത്രയും നട്ടിട്ടുണ്ട്. ഒരാവശ്യമില്ലാതെ വെറുതെ നിന്നിരുന്നൊരു മോട്ടോർ ഷെഡിൻ്റെ മേലെ ചെടി നടാൻ ആ സ്ഥലം കൂടി വേണമെന്നും പറഞ്ഞിട്ട് അന്ന് ഒരുപാട് പൈസ ചിലവാക്കി ഞാൻ സ്റ്റെയർ കേസ് വരെ ഇരുമ്പോണ്ട് ഉണ്ടാക്കി. അതൊക്കെ എന്തിനാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു എത്തും പിടിയും കിട്ടണില്ല. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ആരും കയറണമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്കൊരു എല്ലാം നടുന്ന ചേട്ടനാ. അത് ശരിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ചേട്ടൻ തന്നെ നട്ടുവയ്ക്കുന്നതാണ്. ആ ചീത്തപ്പേര് മാറ്റാനൊന്നുമില്ല. പക്ഷെ ഞാൻ പണ്ട് ചെടി നടുകയും കായ് നടുകയും ചെയ്ത കഥ പറഞ്ഞല്ലോ, അതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് എനിക്കിപ്പോൾ സമയം കിട്ടിത്തുടങ്ങി. ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ചെടി നടാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ അടുത്ത് ഒക്ടോബറിൽ കുറച്ച് ശീതകാല പച്ചക്കറി വിളകൾ കിട്ടി. എൻ്റെ നോട്ടത്തിൻ്റെ ആണോന്ന് അറിഞ്ഞൂടാ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചെടി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെറിയൊരു ഏരിയ റെഡിയാക്കി നട്ട് വന്നേക്കണതാണ്. പയർ, കോളിഫ്ലവർ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അതിലൊഴിക്കാം. ഇഷ്ടമുള്ള പോലെ എന്ന് വെച്ചാൽ സമയമുള്ള പോലെ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉള്ളി നട്ടതാണ് കേട്ടോ. ഇത് ഒരൊറ്റ ഹാർവെസ്റ്റിങ്ങാണ് ഞാൻ ചെയ്തുള്ളൂ, എൻ്റെ ആവശ്യത്തിനൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം. പിന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും ആഡ് ചെയ്ത് നട്ടു കൊടുക്കാം. പച്ചക്കറിത്തോട്ടം നിറഞ്ഞ് പെട്ടെന്ന് തന്നെ കായ് ഉണ്ടാവണമെങ്കിൽ ഈ വഴുതന ഒരൊറ്റൊരാൾ വിചാരിച്ചാൽ മതി. അവനാവുമ്പോൾ നിറച്ച് കായ് ഉണ്ടായിക്കോളും. നമുക്ക് കറിയിലൊന്നും പ്രത്യേക താല്പര്യമില്ലെങ്കിലും പച്ചക്കറിത്തോട്ടത്തിൽ പെട്ടെന്ന് പൂവിടാൻ ഇവ മാത്രം വിചാരിച്ചാൽ മതി. മുമ്പ് എൻ്റെ അടുത്ത് ഇതിലും കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് എനിക്ക് അതിലും വലിയ കുറേ ഉത്തരവാദിത്തങ്ങൾ വന്നു വിട്ടു. എനിക്ക് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു, ചേട്ടമ്മ പെട്ടെന്ന് ബെഡ് റിട്ടനായി, പിന്നെ മോളുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ കൂടെ അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സമയവും സാഹചര്യവും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതങ്ങോട്ട് പരാതി പറയാത്ത ഒരു വിഭാഗം എന്നുള്ള നിലയിൽ അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്നേഹത്തോടെ ചെയ്ത് മുന്നോട്ട് പോയെങ്കിലേ അന്ന് പറ്റുള്ളായിരുന്നു. കാരണം അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ആ സമയത്ത് വേണ്ടിയിരുന്നത്. ഞാൻ നിർത്തിയെടുത്തുനിന്ന് ചേട്ടൻ വീണ്ടും അത് തുടങ്ങി. ഇപ്പം ഞാനും ഉണ്ട്. അപ്പോൾ എല്ലാ പൂക്കളും വിടരട്ടെ അല്ലേ.